നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റോഡ് നിയമങ്ങൾക്ക് 2019 ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പിഴകൾ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഫൈൻ, ആ സിസ്റ്റമൊക്കെ മാറി അത് ഒരു വർദ്ധിച്ച രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ബിന്ദു ജോർജ് ചേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നീതിപാതയിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് 2019 MV ആക്ടിൽ, മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. കാരണം റോഡ് നിയമങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനമാണ്, അമെൻമെൻറ്റ്സാണ്, മാറ്റങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ആക്ടിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. തീർച്ചയായും. 1988 ആദ്യം ആക്ട് ഉണ്ടായത്. അത് പഴയ 1939 ആക്ടിനെ ഫോളോ ചെയ്തുണ്ടായിട്ടുണ്ട്. 88 ശേഷം 2019 അതിനകത്തൊരു ഭേദഗതി വരുന്നത്. അതായത് 88 മുതൽ 2019 വരെ ഒരേ നിയമം തന്നെയായിരുന്നു നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്ടിൻ്റെ ഫലമായിട്ടാണ് മോട്ടോർ വെഹിക്കിൾസിൽ പല ഭേദഗതികളും, സുപ്രധാനമായ പല ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി പിഴ കഠിനമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരി നല്ല രീതിയിൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ഉദ്ദേശവും കൂടെ ഗവൺമെൻറ്റിനുണ്ട്. അതിൽ ഈ പിഴ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം നമുക്ക് മോട്ടോർ വെഹിക്കിൾസ് കേസുകൾ കൊടുക്കുന്നതുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചും ചില അമെൻമെൻറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു ഡെത്ത് കേസ് ഉണ്ടായിരുന്നെങ്കിൽ 25,000 ആയിരുന്നു ഓൺ ദ സ്പോട്ട് കൊടുക്കുമായിരുന്നത്. ഇതിപ്പോൾ 2 lakhs ആക്കി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 12,500 ആയിരുന്നു ഇൻജുവേർഡ് പേഴ്സൺ, സീരിയസ് ഇൻജുറിക്ക് നൽകുന്നത്. അത് 50,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സുപ്രധാനമായ ഭേദഗതികളും ഈ ആക്ടിൽ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, ഇതൊക്കെ ഈ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഫൈൻ വന്നിരുന്നത്. നേരത്തെയും ഇതുണ്ടായിരുന്നു എങ്കിൽ കൂടിയും നേരത്തെ 100 രൂപയായിരുന്നത് ഇപ്പോൾ 500 രൂപയായി. ഈ ആക്ടിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള ഗവൺമെൻറ് ഒരു രീതിയും സെൻട്രൽ ഗവൺമെൻറ് വേറൊരു ഫൈൻ എമൗണ്ടിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 500 രൂപയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ചിലപ്പോൾ 1000 രൂപയായിരിക്കും. അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈനറായിട്ടുള്ള കുട്ടികൾക്ക് ഒരിക്കലും നിങ്ങളുടെ വണ്ടി ഓടിക്കാൻ കൊടുക്കരുത്. ജുവനൈൽസിൻ്റെ ഒഫൻസിനെ കുറിച്ച് ഈ ആക്ടിൽ പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ വാഹനം ഓടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിയാകുന്നത് പേരൻസ് തന്നെയാണ്. അപ്പം നമ്മൾ വളരെയധികം സ്വാഭാവികമായിട്ടും ഈ ഓടിക്കുന്ന വാഹനം അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിലായിരിക്കും. അപ്പം അവരാണ് അതിനകത്തെ ഒന്നാമത്തെ പ്രതിയായി വരുന്നത്. അല്ല, ഇനി പേരൻസിൻ്റെ പേരിലല്ല എങ്കിൽ ആ വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണർ അതിനകത്ത് പ്രതിയായി വരും. അപ്പം ഇതിനകത്ത് 25,000 പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 1 വർഷത്തേക്ക് വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അതിനും ഉപരിയായിട്ട് ഈ കുട്ടിക്ക് 25 വയസ്സായാലേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമവും ഭേദഗതിയും കൂടി അതിൽ വരുത്തിയിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇപ്പോൾ സാധാരണ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നന്നായിട്ട് വാഹനം ഓടിക്കും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടാവും, ശരിയായിരിക്കാം. പക്ഷേ കുഞ്ഞ് വാഹനം ഓടിക്കുന്നത് ഒരു അപകടത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ അത് ഒരു പോലീസ്, നമ്മുടെ അധികൃതരുടെ കണ്ണിൽ അത് പതിയുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപയാണ് പിഴ എന്നുള്ളത്. അതിലുപരി പാരൻസ് കൂടി ആ ഒരു കേസ് ചാർജ് ചെയ്യുന്നു, അത് പ്രതിയാവുകയും പേരൻസ് പിന്നെ എൻ്റെ അറിവോട് കൂടി അല്ല, എൻ്റെ സമ്മതത്തോടു കൂടി അല്ല എന്നുള്ളത് അവർ തെളിയിച്ചെടുക്കേണ്ട ആവശ്യം വരും. ഇല്ലെങ്കിൽ അവർ തീർച്ചയായും അവരും പ്രതികളാണ്. പിന്നെ സാധാരണഗതിയിൽ 18 വയസ്സാകുമ്പോൾ നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരു കേസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 25 വയസ്സാകാതെ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം ഈ കാര്യം വളരെ ശ്രദ്ധാപൂർവം
കാരണം ആ ഒരു കേസിലേക്ക് വരികയും ഫൈൻ ഒക്കെ അല്ലെങ്കിൽ ആ ചാർജ് ഇമ്പോസ് ചെയ്യായി കഴിഞ്ഞാൽ അത് പിന്നെ 25 വയസ്സ് കഴിയാതെ നമുക്ക് ലൈസൻസ്, അതായത് എത്ര വർഷം പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും വർഷത്തോളം പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കൃത്യം, കാരണം നിയമം വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത് എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ അമെൻഡ്മെൻറ്റ് ആക്ടിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അത്രത്തോളം ഭീമമായ പിഴകളും അല്ലെങ്കിൽ ശിക്ഷാ രീതികളുമാണ് അതിനകത്തേക്ക് വന്നിരിക്കുന്നത്, അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ബോധവാന്മാരാവുക എന്നുള്ളതാണ്. അല്ല ഈ അമെൻമെൻറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമ്മൾ ഭയക്കുക തന്നെ വേണം. ഇങ്ങനെ അത് ആ ഒരു ആക്ടിനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അതൊരു കുറ്റകൃത്യം എന്ന് തന്നെ പറയാം, കുറ്റകൃത്യമാണ്. അപ്പോൾ അതിലേക്ക് ഏർപ്പെടാതെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് അവരെ ബോധവാന്മാരൊക്കെ നമ്മളും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഓവർ സ്പീഡിന് LMV, HMV, MMV എന്ന് പറഞ്ഞ് 3 തരത്തിൽ വെഹിക്കിൾസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, മീഡിയം മോട്ടോർ വെഹിക്കിൾസ്, ഹെവി മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം അവർക്കൊക്കെ ഓവർ സ്പീഡിന് ഓരോ റേറ്റാണ് വന്നിരിക്കുന്നത്. അത് കേരളത്തിൽ 1500 രൂപ LMVക്കും 3000 രൂപ MMVക്കും 5000 രൂപ HMVക്കുമാണ് ഈ പുതിയ അമെൻമെൻറ്റ് പ്രകാരം വരുത്തിയിരുന്നത്. മുമ്പ് ഇത് വെറും 400 രൂപയായിരുന്നു. ഇപ്പോൾ അത്രയും ഇൻക്രീസ് ഓഫ് പെനാലിറ്റി എമൗണ്ട് അത്രയും ഹൈക്കാക്കി വരുത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഇത് തന്നെ സെൻട്രലിൽ 2000, 3000 വെച്ചാണ് സെൻട്രൽ പറഞ്ഞിരിക്കുന്നത്. കേരള ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇത്തിരി 1500 ആക്കി കുറച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു 2000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാത്തത് നേരത്തെ 100 രൂപയായിരുന്നു ഫൈന്, ഇപ്പോഴത് 500 രൂപയാക്കി. അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാത്തത് 100 രൂപയായിരുന്നു, ഇപ്പോൾ അത് 500ഉം 1000ഉം ആക്കിയിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഓരോ രീതിയാണ് വെക്കുന്നത്. നമ്മൾ 500 രൂപയാണ് എടുക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് 1000 രൂപ എടുക്കണം. ഈ ഹെൽമെറ്റിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓവർ സ്പീഡിൽ ഒരു വണ്ടി ഒരിക്കൽ പിടിച്ച് രണ്ടാമതും പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസലാകും ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക്. അങ്ങനെ ഒരു സസ്പെൻഷനിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസവും കൂടി ഇതിനകത്തുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വരുത്തിയത് ഡ്രങ്കൺ ഡ്രൈവിംഗ് ആണ്. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നയാളുടെ പെനാലിറ്റി 6 മാസം വരെ ഇംപ്രിസൺമെൻറ്റും 10,000 രൂപ പിഴയുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അത് 1000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 10,000 രൂപയായി. ഈ ഒഫൻസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15,000 രൂപ വരെയും ഫൈനും 2 വർഷത്തോളം 2 വർഷം വരെ അപ് ടു 2 ഇയേഴ്സ് വരെ ഇംപ്രിസൺമെൻറ്റും. അതായത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ഡ്രങ്കൺ ഡ്രൈവിനെ പിടിച്ചാൽ 6 മാസം തടവും കിട്ടാം, 10,000 രൂപയും പോവും. അത് ഒന്നുകൂടി വീണ്ടും അതേ സെയിം ഒഫൻസ് അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 15,000 രൂപയാവുകയും അതോടൊപ്പം തന്നെ അത് 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമായി കണക്കിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിപ്പോൾ വളരെ കൂടുതലായിരിക്കും. ഡ്രങ്കൺ ഡ്രൈവ് എന്ന് പറയുന്ന ആക്സിഡൻസിൻ്റെ ഒരു സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം അടുത്തത് പറയാനുള്ളത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് വയലേഷനാകാം, സ്റ്റോപ്പ് സൈൻ കാണിച്ചിട്ട് നിർത്താതെ പോകുന്നതാകാം, കറക്റ്റായ രീതിയിലല്ല ഓവർടേക്കിംഗ് ചെയ്യുന്നതെങ്കിൽ അതും ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. 1 വേ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ഇടുന്നതും ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. അതിൻ്റെ പെനാലിറ്റി നേരത്തെ 1000 രൂപയെന്നുള്ളത് ഇപ്പം 5000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിളുടെ ഓവർ വെയ്റ്റ് ആണ് അടുത്തത്. പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിളിൻ്റെ ഓവർ വെയ്റ്റിന് ഓരോ ആൾക്കും 200 രൂപ വെച്ച് പിഴ കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ഇനി അല്ലാതെ ഓവർ വെയ്റ്റ് ആണെങ്കിൽ, സാധാരണ വെഹിക്കിളിൻ്റെ ഓവർ വെയ്റ്റ് ആണെങ്കിൽ 2000 രൂപ വരെ പിഴയും അതോടൊപ്പം തന്നെ ഓരോ ടണ്ണിനും 1500 രൂപ വെച്ച് പെനാലിറ്റിയും വരുന്നു. മുമ്പ് ഇത് 1000 രൂപയേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി വിശദമാക്കിയാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മളിപ്പോൾ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബസ്സിലാണെങ്കിൽ 45 + 10 + 2 എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് പറയുന്നത്.
അപ്പം അതിൽ കൂടുതൽ കപ്പാസിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു 10 ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കും 200 രൂപ വെച്ച് ഫൈൻ അടയ്ക്കണം. ഇത് എൻഫോഴ്സ് ചെയ്യണം എന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിയമമാണ് ഞാൻ പറയുന്നത്. നിയമമാണ്, സുപ്രധാനമായ ഒരു നിയമമാണ്. അതുപോലെ തന്നെ പില്യൺ റൈഡേഴ്സിൻ്റെ കാര്യത്തിൽ ഹെൽമെറ്റ് വളരെ നിർബന്ധിതമാക്കി. അതും പെനാൽറ്റി 100 രൂപയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, അത് 500 രൂപയാക്കി. ഇപ്പോൾ ചിലപ്പം ഈ ചെറിയ കുട്ടികളുടെയൊക്കെ ഒരു ട്രെൻഡാണ് 2-3 പേര് വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക. അപ്പം അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലും അതിനും പെനാലിറ്റി ഉണ്ട്. അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു 3 വർഷത്തിനിടയിൽ 2-3 പ്രാവശ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുമുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിക്കാവുന്ന ഭേദഗതികൾ ഈ അമെൻമെൻറ്റിൽ വരുത്തിയിട്ടുണ്ട്. അത് ഒരു ഇൻഫർമേഷൻ തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പണ്ടേ അറിയാം സ്കൂട്ടറിലും അല്ലെങ്കിൽ ബൈക്കിലൊക്കെ 3 പേരൊക്കെ 2 പേരിലധികം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പെനാൽറ്റി. അത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ആവും, ലൈസൻസ് സസ്പെൻഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാം. നമുക്ക് ഈ അമെൻമെന്റിൽ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലേക്കും ഡബിളൊന്നുമല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്, എമൗണ്ട് കൂടിയിട്ടുണ്ട്. പ്രധാനമായിട്ട് വരുന്നത് വേറൊരു മേഖല എന്ന് പറയുന്നത് എമർജൻസി വെഹിക്കിൾസിന് നമ്മൾ വഴി കൊടുത്തില്ല എങ്കിൽ അത് 10,000 രൂപയും 6 മാസം വരെ തടവ് ശിക്ഷയും വരുത്താം. എമർജൻസി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ്? ആംബുലൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി, പിന്നീട് ഈ മിനിസ്റ്റേഴ്സ്, ജഡ്ജസ് അങ്ങനെയുള്ളവരൊക്കെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. അവർക്ക് അവർ സാധാരണക്കാർ വിചാരിക്കും ഇവർക്ക് നമ്മളെന്തിനാ വഴി കൊടുക്കുന്നത്, നമ്മളെപ്പോലുള്ളവരാണല്ലോ അവരെന്ന്. പക്ഷേ അവരെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയിൽപ്പെടുത്തിയതായതുകൊണ്ട് അവർക്കും നമ്മൾ വഴി കൊടുത്തേ പറ്റൂ. അപ്പം മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആംബുലൻസും ഫയർ ആൻഡ് സേഫ്റ്റി, എമർജൻസി വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ആംബുലൻസും ഈ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ അതുപോലുള്ള. പക്ഷേ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഇതും കൂടെ നമ്മൾ അറിയണം. പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റീസ്, MLAs, MP, മിനിസ്റ്റേഴ്സ്, ജഡ്ജസ്, അവർക്കൊക്കെ നമ്മൾ പ്രയോറിറ്റി കൊടുത്തേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. ഓക്കെ, കാരണം അവരുടെ ഒരു മാർഗ്ഗതടസ്സം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. 10,000 രൂപയോളം ഒക്കെ പെനാൽറ്റി വരുന്നു എന്നുള്ളതാണ്. ഇനി വേണ്ടത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുമ്പ് 500 രൂപയായിരുന്നത് ഇപ്പോൾ 5,000 രൂപയാക്കി മാറ്റി. 500 രൂപയിൽ നിന്ന് നേരെ 5,000 10 ടൈംസ് ഇൻക്രീസ്മെന്റ് ആവുന്നത്. അപ്പോൾ അത് ലൈസൻസ് കൃത്യമായ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാതെ നമ്മൾ വാഹനം ഓടിക്കാൻ പാടില്ല. ഓടിച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ പാർക്കിംഗ്, അൺഓതറൈസ്ഡ് പാർക്കിങ്ങിന് 250 രൂപ പിഴയാക്കി. നേരത്തെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ 250 രൂപ അൺഓതറൈസ്ഡ്. നോ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ടാവും. അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് തരണമെന്നില്ല, അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നോട്ടീസ് അയക്കുകയോ. ഇപ്പം ഈ പരിവാഹൻ എന്നുള്ള ഒരു പോർട്ടൽ ഉള്ളത് കൊണ്ട് നമ്മളുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്താൽ മതി, ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പം ഈ അമെൻമെൻറ്റോടുകൂടി ഈ പരിവാഹൻ, ഈ ചെല്ലാൻ, പിന്നെ എന്നീ പല പ്ലോട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ മൊബൈലിൽ തന്നെ പരിവാഹൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ചേസിസ് നമ്പറും വണ്ടിയുടെ നമ്പറും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം കൂട്ടിച്ചേർക്കുമ്പോൾ ഈ അങ്ങനെ നമ്മൾ ആദ്യം ആ മൊബൈൽ നമ്പർ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യണം പരിവാഹൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട്. അതെ, ഇൻഷുറൻസ് ഒക്കെ റിന്യൂ ചെയ്യുന്നതല്ല. ഇപ്പം നമ്മൾ ഇതെല്ലാം കയ്യിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അത് വെർച്വലായിട്ട് അവരെ കാണിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി കാണിച്ചു കൊടുക്കുക, അവർക്ക് തന്നെ അത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പോട്ട് ഇൻസ്പെക്ഷൻ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ AI ക്യാമറയുടെ ഇംപ്ലിമെൻറ്റേഷനും കൂടെ വന്നതോടുകൂടി പിന്നെ വെഹിക്കിൾസ് MVD ഡിപ്പാർട്ട്മെൻറ്റുകാരോ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റോ പോലീസുകാരോ ഇപ്പം പബ്ലിക് വേയിൽ തടഞ്ഞു നിർത്തി പരിശോധനകൾ വളരെ ദുർലഭമാണ്. അത് നമ്മുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കൺസെൻറ്റോട് കൂടിയേ അവർക്ക് ഫോട്ടോ എടുക്കാനും തടഞ്ഞു നിർത്തി പരിശോധന. പിന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യമുള്ളത്, നാഷണൽ ഹൈവേയിൽ വണ്ടിയെ തടഞ്ഞു നിർത്തി പരിശോധന നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ അമെൻമെൻറ്റിലേക്ക് വരുവാണെങ്കിൽ പെനാൽറ്റിയുടെ കാര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ, അതായത് വാഹനത്തിന് വേണ്ടത്ര
ചില വാഹനങ്ങൾക്ക് ഇത്ര ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ആ ഡോക്യുമെൻ്റ് ഇല്ലാതെ, അതായത് ലൈസൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കിയാൽ മുമ്പ് 1000 രൂപയായിരുന്നു പെനാൽറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 5000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരു പബ്ലിക് വെഹിക്കിളിൽ 6 ഡോക്യുമെൻറ്റും പ്രൈവറ്റ് വെഹിക്കിളിൽ 4 ഡോക്യുമെൻറ്റുമാണ് പ്രധാനമായിട്ടും വേണ്ടത്. പബ്ലിക് വെഹിക്കിളാണെങ്കിൽ അതിനകത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വാഹനം ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഈ 6 സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വേണ്ടതാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു പ്രൈവറ്റ് വെഹിക്കിളിലാണെങ്കിൽ ഇതിനകത്ത് പെർമിറ്റും ഫിറ്റ്നസ്സും ആവശ്യമില്ല. ബാക്കി 4 സർട്ടിഫിക്കറ്റും വേണം. അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ. ഇപ്പോൾ മുമ്പ് ഇൻഷുറൻസ് ഇല്ലെങ്കിലും നമുക്ക് വാഹനം നിരത്തിലിറക്കാമായിരുന്നു. പക്ഷേ അമെൻമെൻറ്റോടുകൂടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കാൻ പാടില്ലാത്തതാകുന്നു. കാരണം നമ്മൾ വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുത്തേ മതിയാകൂ. മുമ്പ് അത് നമുക്ക് എടുക്കത്തില്ലെങ്കിലും നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അമെൻമെൻറ്റോടുകൂടി പറയുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കിയാൽ അതൊരു ഒഫൻസ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഈ അമെൻമെൻറ്റോടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമെൻമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെനാൽറ്റി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അത്രയും നഷ്ടമുണ്ടാവും എന്നുള്ളതിനെ ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരികയും അത് നമ്മളെ കുറച്ച് കൂടുതൽ ബോധവാന്മാരായി ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അതല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. 177 MV ആക്ടിൽ പറയുന്ന, അതായത് ജനറൽ പ്രൊവിഷൻസ് ഓഫ് ദി വയലേഷൻസ് ആണ് അത് 177. മുമ്പ് അത് 100 രൂപയായിരുന്നത് ഇപ്പോൾ അത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഏത് സെക്ഷൻ എടുത്ത് നോക്കിയാലും മൊത്തത്തിൽ പെനാൽറ്റി വളരെയധികം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ അതിനുള്ള പെനാൽറ്റിയാണ് മുമ്പ് 1000 രൂപയായിരുന്നത് ഇപ്പോൾ 5000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഒരു വലിയ പ്രശ്നമാണല്ലോ ഡ്രൈവിംഗിൽ. മൊബൈൽ ഫോണിലെ ഉപയോഗം എന്ന് പറയുന്നത് ഡേഞ്ചറസ് ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതും ഡേഞ്ചറസ് ഡ്രൈവിങ്ങിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ 177A എന്നുള്ള ഒരു സെക്ഷനും കൂടെ ട്രാഫിക് നിയന്ത്രണ നിയമങ്ങളുടെ ലംഘനങ്ങൾ 177 മുമ്പ് 100 രൂപയായിരുന്നത് ഇപ്പോൾ 500 രൂപയായിട്ട് വർദ്ധിച്ചു. ഈ 177A 500 രൂപയായിട്ട് പെനാൽറ്റി. 177A എന്ന് പറയുന്നത് പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. അത് എന്താണ്? ട്രാഫിക് ട്രാഫിക് ഇപ്പോൾ നമ്മൾ 1 വേ ഒരു സ്ഥലത്ത് വരുത്തിച്ചു. അങ്ങനെ ട്രാഫിക്കിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ചില സമയങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ലംഘനവും ഒരു ഒഫൻസായിട്ട് അമെൻമെൻറ്റുകളോടുകൂടി വന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പരിവാഹൻ, വെർച്വൽ കോർട്ട്, ചെല്ലാൻ എന്നൊക്കെ പുതുതായിട്ട് വന്നേക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം ഇപ്പം ഫിസിക്കലായിട്ടുള്ള ഇൻസ്പെക്ഷനൊന്നും നടക്കുന്നില്ല അധികവും നമ്മൾ ഈ ഓൺലൈൻ മുഖേന കേരളത്തിൽ 1/9/2020 മുതൽ പെനാൽറ്റീസ് അധികവും ഓൺലൈൻ വഴിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെല്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഓൺലൈനിൽ നമുക്ക് ഒരു നോട്ടീസ് വന്നു. ഞാൻ പറഞ്ഞു പരിവാഹനിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വാഹനത്തിന് വല്ല പെനാൽറ്റിയും പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ട്രാഫിക് വയലേഷൻസ് ഉണ്ടെങ്കിൽ അത് അവർ പരിവാഹനിൽ അപ്ലോഡ് ചെയ്യും. ചെല്ലാനിൽ നമുക്ക് തരും. അത് ചിലപ്പോൾ 3 വിധത്തിൽ വരുന്നുണ്ട്. അതിൽ ഒന്ന് നമുക്ക് നോട്ടീസ് വരുന്നതാണ്. അപ്പം ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിൽ പോയി നമുക്ക് നോക്കാം നമ്മുടെ വാഹനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നോട്ടീസ് വരും. നോട്ടീസ് വന്ന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ, പെനാൽറ്റി പേ ചെയ്തില്ലെങ്കിൽ അത് നേരെ വെർച്വൽ കോർട്ടിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെർച്വൽ കോർട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഈ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഒരു ഫ്ലൈയിങ് സ്ക്വാഡുണ്ട്. ആ സ്ക്വാഡിന് പോലും ചില സന്ദർഭങ്ങളിൽ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാതാകും ഈ ഒഫൻസുകൾ. അപ്പോൾ വെർച്വൽ കോർട്ടിൽ
സിംഗിൾ ഒഫൻസിൽ 10,000 രൂപയിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സെഷൻസ് കോടതിയിലേക്ക് പോകും. സിംഗിൾ ഒഫൻസ് മൾട്ടിപ്പിൾ ഒഫൻസ് 10,000-ൽ കൂടുതലാകാം, പക്ഷേ സിംഗിൾ ഒഫൻസ് 10,000-ൽ കൂടുതൽ. ഇപ്പോൾ ഈ വെർച്വൽ കോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. അതാണ് വന്ന വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾ നമുക്ക് പണ്ട് ഇപ്പം എനിക്ക് എറണാകുളത്ത് ഒരു വാഹനം ഉണ്ടെങ്കിൽ ഞാൻ എറണാകുളത്തെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം എന്ന്. അതായത് നമ്മുടെ പക്ഷേ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ തരുന്നത് നമ്മളുടെ കൺസേൺഡ് അഡ്രസ്സിലുള്ള രജിസ്ട്രേഷൻ ഓഫീസിലെ നമ്പറേ നമുക്ക് തരുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ എവിടെ നിന്നും നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും എന്നുള്ളത്. മാഡം, അതിനോടൊപ്പം ഒരു ചോദ്യമുള്ളൂ. ഇപ്പോൾ വെർച്വൽ കോർട്ടിൻ്റെ കാര്യം പറഞ്ഞത്, അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ വെർച്വൽ കോർട്ടിലേക്ക് ചെല്ലാൻ വരുന്നു, ഈ പെറ്റിയുടെ അല്ലെങ്കിൽ ഫൈൻ്റെ അത് വരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു നിശ്ചിത സമയത്തിന് അപ്പുറത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് സംഭവിക്കുന്ന ഒരു ചോദ്യം സാധാരണ എനിക്കൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. അത് വെർച്വൽ കോർട്ടിൽ നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ അത് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെലാൻ മുഖാന്തരം നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാഹനം ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകില്ല. നമ്മൾ കൺസേൺഡ് RTOയിൽ പോയി നമ്മൾ കോടതിയിൽ പൈസ അടച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നെ വേറൊരു കാര്യം, വെർച്വൽ കോർട്ടിൽ നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ കേസ് കണ്ടസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. ഈ ചെലാൻ അടയ്ക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടസ്റ്റ് ആണോ എന്നുള്ളത്. അപ്പം കണ്ടസ്റ്റ് ആണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കണ്ടസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് വെർച്വൽ കോർട്ടിലേക്ക് പോകും. വെർച്വൽ കോർട്ടിലും നമുക്ക് വെർച്വൽ കോടതിയുടെ പ്രവർത്തനം കേരളത്തിൽ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു പോരായ്മ നമുക്കുണ്ട്. കാരണം തിരുവനന്തപുരത്തുള്ള ഒരാളും കാസർഗോഡുള്ള ആരും വെർച്വൽ കോടതിയിൽ ഫിസിക്കലി പ്രസൻറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എങ്കിലും ഈ കേസിന്റെ ബാഹുല്യം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സംഭവിക്കുന്നത് അത് നേരെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അവിടെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ജുഡിഷ്യൻ ഉള്ള ഒഫൻസ് നടന്ന ജുഡിഷ്യനുള്ള മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അത് വരും എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോയി നമുക്ക് ഇത് അടച്ച് തീർക്കാം. കണ്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തീരുമാനിക്കാം. നമ്മൾ കുറ്റം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടസ്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. പ്രേക്ഷകർ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ അടച്ചു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അത് ആ ബ്ലാക്ക് ലിസ്റ്റ് എന്നുള്ളത് മാറണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ റെസിപ്റ്റ് ഉൾപ്പെടെ RTO ഓഫീസിൽ പോയി അത് കാണിച്ച്. അതാണ് അതിനകത്തേക്ക് ഈ കോർട്ടിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ചെലാനും ഈ പരിവാഹൻ എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഏത് അക്ഷയ കേന്ദ്രത്തിൽ പോയാലും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ പരിവാഹൻ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഇപ്പോൾ RC ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുവഴി ചെയ്യാൻ. RC ട്രാൻസ്ഫർ ഒരുപാട് കാര്യങ്ങൾ, ലൈസൻസ് റിന്യൂവൽ ചെയ്യുന്നു. അതെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഫിസിക്കലി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ എല്ലാനുള്ള സംവിധാനമുണ്ട്. അത് ആക്ച്വലി വളരെ ഗുണകരമാണ്. അതെ, പ്രത്യേകിച്ച് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ഈ ഒരു സമയലാഭം എന്നുള്ളത്. പിന്നെ ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. അപ്ഡേഷനിൽ വരുന്ന മെസ്സേജൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ അതിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പയർ ആയി അല്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആവുന്ന ഒരു 2 weeks ബാക്ക് ഒക്കെ അലർട്ട് എനിക്കൊക്കെ അത് വന്നിട്ട് ഞാനൊക്കെ അതിൻ്റെ ഒരു ഫെസിലിറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ട്രാഫിക് നിയമങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ അമെൻമെൻ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ നമുക്ക് അവരോട് പറയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇത്ര രൂപയിൽ നിന്ന് ഇത്ര രൂപയിലേ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആവുക. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുക, നടക്കുക, റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ റോഡിലാണ് എന്നുള്ളൊരു ശ്രദ്ധ വേണം. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നേരത്തെയും പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഒരു അപകടത്തിൽ പെടുകയാണെങ്കിൽ പോലും നമ്മുടെ ഭാഗം നമ്മുടെ ട്രാഫിക് നിയമത്തിന് അതീതമായി നല്ല അതിവിധേയമായാണ് വാഹനം ഓടിച്ചതെങ്കിൽ അല്ലെങ്കിൽ നടന്നതെങ്കിൽ റോഡിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ വക ഒരു ഈ പറയുന്ന പ്രൊട്ടക്ഷൻ നമുക്കത് കിട്ടും. കാരണം നമുക്ക് ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ കോമ്പൻസേഷനിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ നിയമം അനുസരിച്ചാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പെരുമാറിയത് എന്ന് കണ്ടെത്ത് നമുക്കത് അനുകൂലമാണ്. അതെല്ലാവരും മനസ്സിൽ വയ്ക്കുക.
അപ്പോൾ മാഡം ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാറായിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു നിയമമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.